ആക്ച്വലി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. BBA ഏവിയേഷനാണ് പഠിക്കുന്നത്. ഇപ്പം ഞാൻ കറൻ്റ്ലി ബാംഗ്ലൂർ ആചാര്യ കോളേജിലാണ് പഠിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കോളേജാണ് ആചാര്യ. ഭയങ്കര ഫേമസ് ആയ കോളേജാണല്ലോ. അപ്പം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായി. ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. അപ്പം എനിക്കിങ്ങനെ യൂട്യൂബിൽ പലരുടെയും എസ്തെറ്റിക് വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ വരില്ലേ, ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വന്നപ്പോഴാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ അധികവും ഇതിൽ ഇടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഈവനിങ് വ്ളോഗ്, മോർണിംഗ് റുട്ടീൻ, നമ്മുടെ ലൈഫ് സ്റ്റൈൽസ്, അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. എനിക്ക് ഭയങ്കര എസ്തെറ്റിക് കൈൻഡ് ഓഫ് വീഡിയോസ് കാണുമ്പം മെയിൻലി എനിക്ക് നമ്മുടെ മലയാളീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബ് ചാനലാണ് സഫ വിത്ത് പെൻ. അവരുടെ ആ ഒരു എസ്തെറ്റിക് സെൻസും ആ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് കാണുമ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നിട്ടാണ് ഞാനിപ്പം ചെയ്യുന്നത്. അപ്പം ഇഫ് യു ഗൈസ് ഹാവ് കണ്ടൻറ് ഐഡിയാസ് ഓർ സംതിങ്, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് എങ്ങനത്തെ കണ്ടൻറ്റാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ്. അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗ് എന്ന് പറയുമ്പം ആഫ്റ്റർ കോളേജ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ആ ഒരു കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. ഇന്ന് എനിക്ക് ഉച്ചവരുള്ളൂ കേട്ടോ ക്ലാസ് ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നേക്ക് തന്നെ ഞാൻ ആദ്യം റൂം ക്ലീൻ ചെയ്യാൻ നിന്നു. ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ബാത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് അത്യാവശ്യം ടൈം ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് ഹെയർ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീക്ക്ലി വൺസേ ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. കാരണം ഇവിടുത്തെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹെയർ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഫിൽറ്റർ ചെയ്ത വെള്ളമൊക്കെ എടുത്തിട്ടാട്ടോ വാഷ് ചെയ്യാറ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെയർ ഡ്രൈ ചെയ്ത് സീറമൊക്കെ ഇട്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ കുറച്ച് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാനിന്ന് ടിക്ക് ചെയ്തതിന് ശേഷം ചെയ്യാനുള്ള കാര്യങ്ങളാട്ടോ ഞാൻ നോക്കിയത്. അപ്പോൾ മെയിനായിട്ടിന്ന് ചെയ്യാനുണ്ടായിരുന്നത് എനിക്ക് DTDC അയക്കാനുണ്ടായിരുന്നു നാട്ടിലേക്ക്. കുറച്ച് ഡ്രസ്സസ് അയക്കാനുണ്ടായിരുന്നു. അപ്പം അത് നോക്കുമ്പം പാക്ക് ചെയ്യാൻ എൻ്റെ കയ്യിൽ നല്ല പാക്കിംഗ് കവേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇവിടെ ഉണ്ടായിരുന്നൊരു കവറിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് അത് സെല്ലോ ടൈപ്പ് ചെയ്തിട്ട് അതിൽ അഡ്രസ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ആദ്യം അഡ്രസ്സ് എഴുതിയെടുത്ത് അത് സെറ്റാക്കിയതിന് ശേഷം സെല്ലോ ടൈപ്പ് മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഡ്രസ്സ് മാറിയിട്ട് അടുത്തുള്ള പ്രൈം പറഞ്ഞ ഷോപ്പുണ്ട്, പ്രൈമാർട്ടിൽ പോയിട്ട് സെല്ലോ ടൈപ്പ് മേടിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പോണിറ്റെയിലൊക്കെ കെട്ടിയിട്ട് മേക്കപ്പും ക്രീമും ലോഷനും അങ്ങനെയൊക്കെ തേച്ചതിന് ശേഷം ഞാൻ റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് PGയിലാണ് കേട്ടോ. ചെറിയ റൂമാണ്, അതിലാണ് ഞാൻ ഈ സെറ്റപ്പൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ എൻ്റെ റൂം വരുന്നത്. അങ്ങനെ ഞാൻ മാറ്റി ഡോറൊക്കെ ലോക്ക് ചെയ്ത് പ്രൈമിൽ പോയിട്ട് സെല്ലോ ടേപ്പും ഒരു കുർക്കുറയും മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ PG. അങ്ങനെ റൂമിൽ തിരിച്ചെത്തി. ഞാനത് ഫസ്റ്റ് കൺഫ്യൂസ്ഡ് ആയിരുന്നു എങ്ങനെയാണ് ഞാനത് ഒട്ടിക്കുന്നതൊക്കെ. പിന്നെ ഞാനത് നല്ലപോലെ സെല്ലോ ടേപ്പ് മൊത്തത്തിൽ ചുറ്റിയെടുത്ത് അതിൻ്റെ മുകളിൽ അഡ്രസ്സ് എഴുതിയിട്ട് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു DTDC പോകാൻ. അപ്പോൾ അതുവരെ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുർക്കുറൊക്കെ എടുത്ത് കുറച്ച് നേരം കഴിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രണ്ട് വന്ന് ഞാൻ കൊറിയർ കൊടുക്കാൻ പോയി. അതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമിൽ തിരിച്ചെത്തി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി ചപ്പാത്തി പൊറോട്ട ഒന്നും എനിക്ക് തീരെ കഴിച്ചാൽ പോകില്ല. അപ്പം ഞാൻ കഞ്ഞിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്, കഞ്ഞിയും തൈരും അച്ചാറും. പിന്നെ രാത്രി എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ വലിയ കാര്യത്തിൽ ഞാൻ ഈവനിങ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞെടുത്തതായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ക്ലിപ്സ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നതും എൻ്റെ റൂമിൽ തന്നെയാണ്. ഞാൻ അധികം പുറത്ത് പോകുന്ന ടൈപ്പാണോ ചോദിച്ചാൽ ആണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇടയ്ക്ക് കറങ്ങാൻ പോകും. പക്ഷേ അധികം എനിക്ക് ഈ റൂമിൽ സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ വേറൊരു അങ്ങനെയാണ്. ഗൈസ്, നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല രീതിക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആയത്. അപ്പം കുറേ ദിവസമായി ഞാൻ ഇടണം എന്ന് വിചാരിച്ചിട്ടത് ഇങ്ങനെ നീണ്ടു പോവാണ്. അപ്പം ഇന്ന് എന്തൊക്കെ വന്നാലും ഇടുന്നുള്ള മൈൻഡിലാണ് ഞാനിപ്പോൾ ചെറിയ വീഡിയോ ആണെങ്കിലും ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ആൻഡ് ഇഫ്
you guys like this video, please do like, share, comment and subscribe to my channel.